സിക്സ്ത് മൊഡ്യൂളാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് തിയറിയാണ്. ഇതിൽ 2 ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് ഹിഞ്ച്, ഓക്കെ, പ്ലാസ്റ്റിക് ഹിഞ്ച്, പിന്നെ ഒന്ന് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി. പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി. പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെക്ഷനിൽ, ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഫൈബേഴ്സ്, ഇപ്പോൾ ഈ സെക്ഷൻ ഇത്ര സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ അത്രയും സെക്ഷൻ്റെ അത്ര ഏരിയയുടെ ഫൈബേഴ്സ് ഈൽഡ് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ മൊമെൻറ്റ് അറ്റ് വിച്ച് ദ ഫൈബേഴ്സ് അണ്ടർഗോ ഈൽഡിങ്. ആ മൊമെൻറ്റാണ് ഈ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവാൻ വേണ്ടിയുള്ള ആ മൊമെൻറ്റ്, ഓക്കെ, ആ മൊമെൻറ്റാണ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ഫാക്ടർ നോക്കാം. ഷേപ്പ് ഫാക്ടർ, ഈ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി to the yield moment, okay, to the yield moment. അതായത് S ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ yield മൊമെൻറ്റ് MP/MY. ഓക്കെ, ഇവിടെ MP എന്ന് പറയുന്നത് എന്താണ്? MP എന്ന് പറയുന്നതാണ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ZP ഇൻറ്റു FY. ഓക്കെ, ഈ ZP എന്ന് പറയുന്നത് എന്താണ്? ZP എന്ന് പറയുന്നതാണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, അതേപോലെ MY എന്ന് പറയുന്നത് ZE ഇൻറ്റു FY ആണ്. ഓക്കെ, ഈ ZE എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, FY അറിയാലോ, ഈൽഡ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? ഇറ്റ് ഈസ് ഈക്വൽ ടു ZP ഇൻറ്റു FY ഡിവൈഡഡ് ബൈ ZE ഇൻറ്റു FY. ഇത് ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഫാക്ടർ S എന്ന് പറയുന്നത് ZP/ZE ആണ്. ഓക്കെ, ഈ ZP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. ZP ഈക്വൽ ടു A/2 ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. ഓക്കെ, അതേപോലെ ZE ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് I ഡിവൈഡഡ് ബൈ Ymax. ഇത് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സെക്ഷൻ ആണ്. പിന്നെ I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് ഈ Y1 ബാർ Y2 ബാർ അതേപോലെ Ymax എന്നൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ നമുക്ക് പോകാം. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇതിലിപ്പോൾ റെക്റ്റാങ്കിൾ വരുന്ന കേസസിൽ, ഓക്കെ, റെക്റ്റാങ്കിൾ വരുന്ന കേസസിൽ ഇതിപ്പോൾ B ഇത് D ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BD³ ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ, അതേപോലെ ട്രയാങ്കിൾ വരുന്ന കേസസിൽ ഇത് B ഇത് H ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BH³ ഡിവൈഡഡ് ബൈ 36 ആണ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ സർക്കിൾ വരുവാണെങ്കിൽ, ഓക്കെ, സർക്കിൾ വരുവാണെങ്കിൽ ഫോർ ഡയാമീറ്റർ D I എന്ന് പറയുന്നത് πD⁴/64. ഓക്കെ, അങ്ങനെ 2-3 ഷേപ്സ് എന്നുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യാസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഫോർമുലസ് ഞാൻ തരുന്നുണ്ട്. അതേപോലെ T സെക്ഷൻ ആയാലും ഇതും ഒരു റെക്റ്റാങ്കിളാണ്, അതേപോലെ ഇതും ഒരു റെക്റ്റാങ്കിളാണ്. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഇതൊരു ഐ സെക്ഷനാണ്, സിമെട്രിക്കൽ ഐ സെക്ഷനാണ് ഞാനിപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എടുത്തിരിക്കുന്നത്. സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, ഇവിടെ 100 mm ആണ് തന്നിട്ടുണ്ട് ഈ വിഡ്ത്ത്. അതേപോലെ ഇത് 8 mm, അതേപോലെ ഇവിടെ 8 mm, ഇത് 8 mm. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 250 mm. ഇതിപ്പോൾ സിമെട്രിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഷേപ്പ് ഫാക്ടർ. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZP ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ZPയുടെ ഫോർമുല അറിയാമല്ലോ. എന്താണ് ZP ഈസ് ഈക്വൽ ടു A/2 ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. ഓക്കെ, അതേപോലെ ആദ്യം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ സിമെട്രിക്കൽ വരുന്ന കേസസിൽ, ഓക്കെ, ഇവിടെ സെൻട്രോയിഡൽ ആക്സിസും ആസ് വെൽ ആസ് ഈക്വൽ ഏരിയ ആക്സിസും, ഓക്കെ, ഈക്വൽ ഏരിയ ആക്സിസും കോയിൻസൈഡ് ചെയ്യും സിമെട്രിക്കൽ വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം കുറച്ചും കൂടി
സിമ്പിളായിരിക്കും. അതായത് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇത് ഈ ഹോൾ സെക്ഷനിൻ്റെ സെൻട്രോയിഡ്. ഓക്കെ, ഹോൾ സെക്ഷനിൻ്റെ സെൻട്രോയിഡ്. പിന്നെ ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത് ലൈൻ പാസ് ആകുമ്പോഴത്തേക്ക് ആ ലൈനിൻ്റെ അപ്പറും ലോവറും, അപ്പർ സെക്ഷനും ലോവർ സെക്ഷനും ഓക്കെ ഈക്വലായിട്ട് ആവണം ഏരിയ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും അതേപോലെ ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത് കോയിൻസൈഡ് ആവും. ഇപ്പം ഇതാണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും ഈക്വൽ ഏരിയ ആക്സിസ് ആണെന്ന് വെച്ചാൽ രണ്ടും കോയിൻസൈഡ് ആവും സിമെട്രിക്കൽ വരുന്ന കേസസിൽ. ഓക്കെ, ടി സെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമുക്കിപ്പം ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഏരിയ, ടോട്ടൽ ഏരിയ. ഏതൊക്കെയാണ് ഏരിയ ഉള്ളത്? ഇതുണ്ട്, ഈ ഏരിയ. ഇത് നമുക്ക് ഇത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ ഇത് 2, ഇത് 3. ഇതും സെയിം ആണല്ലോ. അപ്പോൾ നമുക്കിത് 2 ടൈംസ് എഴുതാം. 2 ടൈംസ് ഓഫ് 100 × 8. ഓക്കെ, പ്ലസ് ഇനി ഇതിൻ്റെ ഏരിയ ഇത് എത്രയാണ്? ഇത് ഇവിടുന്ന് ഇവിടം വരെ 250 ആണ്. അപ്പോൾ 250 മൈനസ് ഈ 8. അപ്പോൾ എത്ര കിട്ടും? 234 ആണ്. ഓക്കെ, ഇവിടുന്ന് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 234. അപ്പോൾ 234 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3472 mm². അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? y1 ബാർ വേണം, y2 ബാർ വേണം. ഇവിടെ y1 ബാറും അതേപോലെ y2 ബാറും സെയിം ആണ് എന്ന് വെച്ചാൽ അത് ഞാൻ ഫോമുല പറയാം. ഓക്കെ, എന്താണ്? a1 y1 പ്ലസ് a2 y2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. ഇതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ y1 ബാറാണ് y1 പ്ലസ് a2 y2 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ a1 എന്താണ്? a1 എന്ന് പറയുന്നത് ഇതിൻ്റെ 100 × 8. ഓക്കെ, 100 × 8 ഇൻറ്റു y1 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇത്ര. ഇതെത്രയാണ്? 234 ആണല്ലോ ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ 234 മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 117. ഇത്രയെന്ന് പറയുന്നത് 117 ആണ്. അപ്പോൾ 117 പ്ലസ് 4, 117 പ്ലസ് 4 എത്രയാണ്? 121 പ്ലസ് നെക്സ്റ്റ് a2 ഇത്ര ഏരിയ. ഓക്കെ, ഇത് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ മേളിലുള്ള അത്ര ഭാഗം എത്രയാണ്? ഇത് 117 ആണ്. 117 × 8. 117 × 8 ഇൻറ്റു 117/2 y2 എന്ന് പറയുന്നത്. 117/2 എന്ന് പറയുന്നത് 58.5 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. 100 × 8 പ്ലസ് 117 × 8. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 87.30 mm ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെയാണ് ഇവിടെയും വരുന്നത്. അതാണ് നമ്മുടെ y2 ബാർ. സെയിം ആണല്ലോ, ഇപ്പോൾ സെക്ഷൻസ് എല്ലാം സെയിം ആയതുകൊണ്ടാണ് ഞാനിവിടെ y1 ബാർ ഈക്വൽ ടു y2 ബാർ എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് a കിട്ടി, അതേപോലെ y1 ബാർ കിട്ടി, y2 ബാർ കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ZP എന്ന് പറയുന്നത് 3472 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y1 ബാർ 8730 പ്ലസ് y2 ബാർ 87.30. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 303105 mm³. അങ്ങനെ നമുക്ക് ZP കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? നമുക്ക് ZE ആണ് വേണ്ടത് ആണല്ലോ. ZEൻ്റെ ഫോമുല എന്താണ്? I ഡിവൈഡഡ് ബൈ y മാക്സ്. ഓക്കെ, ഇവിടെ I എന്താണ്? ഇവിടെ I എന്ന് പറയുന്നത് ക്രോസ് സെക്ഷനാണ്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ക്രോസ് സെക്ഷനാണ് എടുക്കുന്നത്. ഇപ്പം സിമെട്രിക്കൽ വരുന്ന കേസസിൽ നമുക്ക് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഹോളായിട്ട് എടുക്കുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അതായത് 100 × 250. ഓക്കെ, 100 × 250³ ഡിവൈഡഡ് ബൈ 12. BD3/12 ഫോമിലാണ്. ഓക്കെ, ഇത് 100B അതേപോലെ 250D ഓക്കെ ഡിവൈഡ് ബൈ 12 മൈനസ് ഓഫ് ഈ രണ്ട് ഏരിയാസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് I കിട്ടും. ഓക്കെ, ഇതെത്രയാണ്? ഇത്
ഒരു സൈഡിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 100 മൈനസ് ഇത് ചെയ്യുക 8 മില്ലിമീറ്റർ. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ പോർഷൻ കിട്ടും. അതിൻ്റെ പകുതിയാണ് പിന്നെ വീണ്ടും ഈ പോർഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ് അപ്പോൾ കിട്ടുന്നത്? നമുക്ക് 46 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 46 ഇൻറ്റു ഈ ഹൈറ്റ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് 234. ഓക്കെ, 234 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 31976069.33 മില്ലിമീറ്റർ ടു ദ പവർ ഓഫ് 4 ആണ് നമുക്ക് ഐ കിട്ടുന്നത്. ഇനി വൈ മാക്സ് എന്താണ്? വൈ മാക്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടും. അതായത് ടോട്ടൽ ഡെപ്ത്ത്, ടോട്ടൽ ഹൈറ്റ്, ലെങ്ത് എത്രയാണ്? ഡെപ്ത്ത് 250 ആണ്. 250 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നമ്മുടെ വൈ മാക്സ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, 250 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 125 മില്ലിമീറ്റർ. അങ്ങനെ നമുക്ക് ഐയും കിട്ടി, അതേപോലെ വൈ മാക്സും കിട്ടി. ഇനി നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZE കണ്ടുപിടിക്കാം. ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 255.808 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ക്യൂബാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. ഷേപ്പ് ഫാക്ടർ എസ് എന്ന് പറയുന്നത് എന്താണ്? ZP/ZE ആണ്. അപ്പോൾ ZP എത്ര നമുക്ക് കിട്ടിയത്? 303105.6 ഡിവൈഡഡ് ബൈ 255.808 ഇൻറ്റു 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു 1.185. ഇതാണ് നമ്മുടെ ഷേപ്പ് ഫാക്ടർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ y1 y2 എങ്ങനെ എടുക്കുന്നത്, അതേപോലെ തന്നെ y മാക്സ്, ഓക്കെ, അതേപോലെ ഐ. ഇത് ഇത്ര അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാം.